ഇടുക്കി മൂന്നാർ ടൗണിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മോഷണം തടയാൻ ശ്രമിച്ച കാവൽക്കാരനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. മേട്ടുപ്പാളയം ഒട്ടൻതുറൈ സ്വദേശി ഗോപാൽ എന്ന് വിളിക്കുന്ന പി സെൽവകുമാറാണ് പിടിയിലായത്. ഇയാൾ 50-ലധികം കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇക്കഴിഞ്ഞ മാർച്ച് 14 രാത്രിയിലാണ് മൂന്നാർ ടൗണിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ കാവൽക്കാരനായ നെല്ലതണ്ണി കല്ലാർ സ്വദേശി എം മാടസ്വാമിയെ പ്രതി ഇരുമ്പുകമ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു കാവൽക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു സെൽവകുമാർ മോഷണം നടത്തിയത്. പ്രതി മോഷണം നടത്തിയ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. മേട്ടുപ്പാളയം പോലീസിന്റെ സഹകരണത്തോടെ മൂന്നാർ പോലീസ് 52-കാരനായ പ്രതിയെ പിടികൂടിയത്. ഇയാൾ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലായി 50-ലധികം കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. CCTV വ്യാപകമായിട്ട് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും MO ക്രിമിനൽസ് സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രതികളെക്കുറിച്ച് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടി അവിടെയും അന്വേഷണം നടത്തി. അവിടെ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ മൂന്നാർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഒരാഴ്ചയോളം മേട്ടുപ്പാളയത്ത് താമസിച്ച് അവിടെ അന്വേഷണം നടത്തിയതിൽ നിന്ന് പ്രതിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരം ലഭിക്കുകയും ഇന്നലെ പ്രതിയെ തമിഴ്നാട് പോലീസിൻ്റെയും സഹകരണത്തോടുകൂടി അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് എടുക്കാനിടയായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ മോഷ്ടിച്ച ശേഷം അന്നു തന്നെ ക്ഷേത്രത്തിന് സമീപമുള്ള വീടുകളിലും മോഷണശ്രമം നടത്തിയിരുന്നു. മൂന്നാർ CI രാജൻ കെ അരമനയുടെ നിർദ്ദേശപ്രകാരം SI അജേഷ് കെ ജോൺ, SCPO ധോണി ചാക്കോ, CPOമാരായ സുനിൽ കുമാർ, അനീഷ് ജോർജ്, ഹിലാൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.